ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായി വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാത്തക്കളരി വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരനും ഗാന്ധിയനുമായ കെ അരവിന്ദാക്ഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അതിലൊരു കല്ലും മണ്ണും ഇഷ്ടിക കൊണ്ട് ഒരു കെട്ടിടമുണ്ടാക്കി ആ സ്വപ്നത്തെ ഒരു സചേതനമായ ആക്റ്റീവായ അല്ലെങ്കിൽ ഒരു ചലിപ്പിക്കുന്ന ഒരു സാധനമായി മാറ്റുക എന്നുള്ളത്, ജൈവികമായി മാറ്റുക എന്നുള്ളത് വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് അഡാപ്റ്റിലെ സണ്ണി അടക്കമുള്ള എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു വസ്തുത. ഇതുപോലൊരു നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെ പിന്നിൽ എത്ര കാലം 5-8 കൊല്ലം 6-7 കൊല്ലമായിട്ട് 5-8-10 കൊല്ലത്തിനടുത്തായിട്ടുണ്ട്. അതൊക്കെ പ്രവർത്തിക്കണം. ഓരോ ഘട്ടത്തിലും ഞാൻ ഇതിൻ്റെ വളർച്ചയ്ക്ക് അന്വേഷിക്കാറുണ്ട്. ഇത് കല്ലിടുന്ന സമയത്ത് തൊട്ട് ഇത് വേറെ ചെറിയ സ്ഥലത്താക്കി കൈവിട്ട് കഴിഞ്ഞ കൊല്ലം പോലും ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയിട്ട് വളരെ കാര്യമായിട്ട് അറിയാൻ പറ്റും. ഇനി ഇത് ട്രെയിനിൽ കൂടെ ചരിത്രം ഇനി യാതൊന്നിൻ്റെയും ആവശ്യമില്ല. ഇതിന് പോകാനായിട്ടുള്ള ഒരു മാർഗം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇത്തരമൊരു കാര്യം നേരിടുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ എല്ലാവരും തലച്ചോറിൽ ഒരേ രീതിയിലുള്ള അനുരണനങ്ങളോ പ്രകമ്പനങ്ങളോ അല്ല. നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ, ഒരു കാര്യത്തെ കാണുമ്പോൾ, ഒരു സംഭാഷണം കേൾക്കുമ്പോൾ, അതിൽ ആകാശം കാണുമ്പോൾ, നക്ഷത്രങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുള്ളൂ. നമ്മുടെ കുട്ടികളുടെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അഡാപ്റ്റ് സൊസൈറ്റി ഇത് നടത്തുന്നത്. കേരളത്തിൽ ആദ്യമായി തന്നെയാണ് 56 കുട്ടികൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് 10 ദിവസം നീളുന്നത്. നമുക്ക് ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം, ചെയ്തവർക്കും അറിയാം. അത് മുന്നോട്ട് കൊണ്ടുപോവുക, അത് ഗുണകരമായ രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അല്ലാതെ വെറുതെ ഈ കുട്ടികളെ ഇവിടെ വിളിച്ചു വരുത്തിയിരുന്നു. ഞാൻ ചെങ്ങാത്തക്കളരി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിരുന്നു. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് ഓരോ കാര്യത്തിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ, മണി ഐഡൻറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ മോട്ടോർ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള കളർ ഐഡൻറ്റിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ ക്യാമ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മുടെ സ്വയം, നമ്മുടെ കുടുംബം, നമ്മുടെ വീട് ഒക്കെ ഒതുങ്ങുമ്പോൾ അന്യൻ്റെ വേദന കാണാനും അതിന് തന്നാലാവുന്ന എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്ഥിതി തന്നെ വളരെ ശ്ലാഘനീയമാണ്. അത്തരൊരു പ്രവർത്തനമാണ് ആക്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു മരം നട്ടു, അത് വളർന്നു വലുതാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ വളരെ അത്ര പതുക്കെയാണെങ്കിലും മരം പടർന്ന് പന്തലിക്കുന്നത് ഞാൻ കൺമുമ്പിൽ കാണുന്നുണ്ട്. അത് ഒരു വൻ വടവൃക്ഷമായിട്ട് ഒരുപാട് കിളികൾക്ക് അഭയം നൽകുന്ന പോലെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അഭയം നൽകട്ടെ. ഞാനൊക്കെ അതിൻ്റെ അടുത്ത് വന്ന് വല്ലപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്നുണ്ട്. എനിക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളത്, എത്രത്തോളം അർപ്പണം ആവശ്യമുള്ളതുമായ ഒരു പ്രവൃത്തിയിലാണ് ഇതിൻ്റെ സംഘാടകർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. സിനിമാ താരം സുനിൽ സുഗത, മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. 55-ൽ പരം കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, വളണ്ടിയേഴ്സ് ഉൾപ്പെടെ 100-ൽ പരം വ്യക്തികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സംസ്ഥാന ശിശുക്ഷേമ സമിതി അംഗം അനിൽ പരക്കാട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് നേതൃത്വം നൽകും. ചടങ്ങിൽ അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, AM വക്കച്ചൻ, വർഗീസ് അക്കര, ജോയ് അരിമ്പൂർ, ചാക്കോ പോൾ ആലൂർ തുടങ്ങിയവർ സംസാരിച്ചു.